ഹായ്. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എന്താണ് ചലിക്കുന്നുണ്ട്, എല്ലാ വസ്തുക്കൾക്കും മോഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഏഹ് നമുക്ക് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്തത് മോഷൻ വിത്തിൻ ദ ബോഡി, ചലനം ശരീരത്തിനുള്ളിലും. നമ്മളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് മോഷൻ സംഭവിക്കുന്നുണ്ട്, ചലനം സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പം അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്നാമത്തെ നമുക്ക് പറയാം ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തപര്യായനം എന്നുള്ളത് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ എന്താണ് രക്തം സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് മോഷൻ ഉദാഹരണമാണ്. രണ്ടാമത്തത് ബ്രീത്തിങ് പ്രോസസ്സ്. ബ്രീത്തിങ് പ്രോസസ്സ് എന്താണ് ചലനത്തിന് ഉദാഹരണമാണ്. ശ്വാസോച്ഛ്വാസം. മൂന്നാമത്തത് ഹേർട്ട് ബീറ്റ്, എന്താണ് ഹൃദയം മിടിക്കുന്നത് എന്താണ്, അതും ചലനത്തിന് ഉദാഹരണമാണ്. നാലാമത്തത് എന്താണ് എക്സേർഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം അവർ ബോഡി. നമ്മളെ ബോഡിയിൽ നിന്ന് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് എന്താണ് പോകുന്ന ആ ഒരു പ്രോസസ്സ് എന്താണ് നമുക്ക് ചലനം ആയി കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു മോഷൻ വിത്തിൻ ദ ബോഡി, നമ്മൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണം പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മോഷൻ അറൗണ്ട് അസ്, ചലനം നമുക്ക് ചുറ്റും. നമുക്കറിയാം, നമ്മൾ പഠിച്ചു ഭൂമി ചലിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ചലനം ഉണ്ട്. അപ്പം നമ്മളെ ചുറ്റും നടക്കുന്ന ചലനങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്താൽ എന്തൊക്കെയായിരിക്കും? അപ്പം നമുക്കറിയാം വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് വെൻ യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ മോഷൻ ഓഫ് എയർ. അപ്പം എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇൻസ്റ്റൻസസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ദ മോഷൻ ഓഫ് എയർ ആണ്. നമ്മൾ വായുവിൽ ഉള്ള ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? വൈൽ സിറ്റിംഗ് ഓൺ എ സീഷോർ, നമ്മൾ എന്താണ് ഒരു കടൽ തീരത്ത് ഇരിക്കുന്നത്, അപ്പം എന്താണ് മോഷൻ ഓഫ് എയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തതോ വെൻ വി വേവ് എ പീസ് ഓഫ് പേപ്പർ, നമ്മൾ എന്താണ് ഒരു പേപ്പർ കഷ്ണം എന്താണ് വീശുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ അടുത്തത് എന്താണ് വെൻ വി സീ ദ മോഷൻ ഓഫ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ, നമുക്ക് ആകാശത്തുള്ള ക്ലൗഡ്സ് മേഘങ്ങളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് എയർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് എന്താണ് മോഷൻ ഓഫ് എയർ ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എന്താണ് ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് അറൗണ്ട് യു, അതായത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ടൈപ്പ് ഓഫ് മോഷൻസ്, ചലനം, വ്യത്യസ്ത തരം ചലനം ഉണ്ടാവുമല്ലോ. അപ്പം അത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ടൈപ്പ് ഓഫ് മോഷൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. മോഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, വെഹിക്കിൾസിൻ്റെ മോഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസിൻ്റെ മോഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസിൻ്റെ മോഷൻ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്, പക്ഷികളുടെയും ജീവികളുടെയും മോഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോയ്സുകളുടെ മോഷൻ. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ടൈപ്പ് ഓഫ് മോഷനെ നമ്മളെ അറൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം ഈ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.